കുറച്ച് ഏജ് താന്നാ. അതെ ഏജ് കുറവാണ്, പക്ഷെ കണ്ടാൽ ഏജ് തോന്നുന്നില്ല. വീഡിയോയിലുള്ള അത് തന്നെയാണ് കാര്യം. അതിന് കുറച്ചും കൂടി എന്താ പറയാ ലുക്ക് കൂടുതലാണ് തോന്നുന്നത്. ടി ഫാമിലിന്റെ കൂടെ ഉണ്ടാ നമ്മൾ ഇന്ന് കൊടുവള്ളിയിൽ വന്നപ്പോ അങ്ങനെയായിട്ട് പോകുന്നതാണ്. ഇവരെ ഞങ്ങളെ കാണാനായിട്ട് വന്നതിൽ ഒരു ചായ കൊടുത്തിട്ടുണ്ട്. ചായ കൊടുത്തില്ല. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. എല്ലാവർക്കും ലത്തി ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളുള്ളത് കോഴിക്കോട് കൊടുവള്ളിയിലാണ് ഉള്ളത്. കോഴിക്കോട് കൊടുവള്ളിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഫാമിലീൻ്റെ വീട്ടിൻ്റെ മുറ്റത്താണുള്ളത്. അപ്പോൾ നമുക്ക് അവരെ പോയി കാണാം, അവരായിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ്. ടി ഫാമിലീൻ്റെ ആ ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിലാണ്. ഫാമിലിന്റെ കൂടെ ഉണ്ടാ നമ്മൾ ഇന്ന് കൊടുവള്ളിയിൽ വന്നപ്പോൾ അങ്ങനെയായിട്ട് പോകുന്നതാണ്. ഇവരെ കാണാൻ വേണ്ടി വന്നതാണ്. ഒരുപാട് കാലമായി ഇവരെ വീഡിയോ ഇങ്ങനെ കാണുന്നത്, രണ്ടാളും വീഡിയോ കാണുന്നത്. പക്ഷെ നമുക്ക് എന്താ പറയുക, ഇവരെ കഴിഞ്ഞിട്ട് കാണാൻ പറ്റിയിട്ടില്ലേ. അപ്പൊ ഇന്ന് നമുക്ക് അത് കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ വന്നിട്ട് എന്താ പറയുക, കുറച്ചേരൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് നമ്മളൊരു വീഡിയോ എടുക്കണം എന്നുള്ളതിൽ വന്നിട്ടുണ്ട്. ആ പറയൂ, എങ്ങനെ പോകുന്നത്? നമ്മള് വണ്ടി ബൈക്കുമല്ല വന്ന് രണ്ടാളും കൂടി വന്ന്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഇവരെ നമ്പറോ ഇവരെ കോണ്ടാക്റ്റും ഇല്ലായിരുന്നിട്ടാ. പക്ഷെ ഇവര് കുറെ വീഡിയോ കണ്ടതും പിന്നെ നമ്മൾ ഇവര് മാർക്കറ്റിലൊക്കെ പോകില്ല. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് അങ്ങനെ തപ്പി പിടിച്ചിട്ടാണ് ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട്. എല്ലാവരും പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ്. നാട്ടില് ഒരാളോട് ചോദിച്ചു വയസ്സായത് മുതൽ കുട്ടികൾക്ക് വരെ അറിയാം, റൂട്ട് കറക്റ്റ് അറിയാം, വീടും സ്ഥലം ഒക്കെ അറിയാം. നല്ല അഭിപ്രായം. സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. വൈഫ് വരുന്നുണ്ട് കേട്ടോ. ഉറങ്ങി നീറ്റിട്ടുള്ള ഒരു ചൊറയിലാണ്, ചെറിയ ചൊറയിലാണ്. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവരെന്തോ ഒരു വർക്കിലാണ്. ഞങ്ങൾ ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ചിരുന്നു കേട്ടോ. കുടിച്ച് കഴിഞ്ഞാണ് വീഡിയോന്റെ ഒരു ഓർമ്മ വന്നിട്ടില്ലേ. ഒരു കാണുന്നുണ്ട്, വീഡിയോയില് കാണുന്നുണ്ട്. നമ്മളെ വീഡിയോ കാണിക്കോ? രാവിലെ ഇറങ്ങിട്ട് നമ്മള് വേറെ സ്ഥലം പോവാനുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് അങ്ങനെ പിന്നെ തിരിച്ചത്. ഓ, കാണാനൊക്കെ ഭയങ്കര സന്തോഷമായിട്ട്. സത്യത്തില് നമ്മളിങ്ങനെ വീഡിയോ ഇങ്ങനെ കാണുന്നല്ലാതെ പിന്നെ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ വന്ന ടൈമിൽ പുള്ളിക്കാരൻ്റെ ഇവിടെ ഇല്ലായിരുന്നിട്ടാ. അങ്ങനെ തന്നെ എന്താ പറയാ, പുള്ളിനെ വിളിച്ച് ഫോൺ വിളിച്ചിട്ട് അങ്ങനെയൊക്കെ പറ്റിയതാണ്. നിങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നതൊക്കെ കൂടെ പഠിച്ചത് അങ്ങനെ കഴിയണം. അതെ, ശരി. ഞാൻ വിചാരിച്ചിട്ടുണ്ട് പുള്ളി കൂടെ പഠിച്ചാണെന്ന് തോന്നുന്നു. നല്ല ഒരു ഭയങ്കര കുറച്ച് ഏജ് താന്നാ. അതെ ഏജ് കുറവാണ്, പക്ഷെ കണ്ടാൽ ഏജ് തോന്നുന്നില്ല. കുറച്ച് മനസ്സിൽ കണ്ടിട്ടാണ്. എഡിറ്റിംഗ് ആണ് പുള്ളി ചെയ്യുന്നത്. എഡിറ്റിംഗ് അല്ല, അവന് ക്യാമറ ചെയ്യും, എഡിറ്റിംഗ് ക്യാമറ തന്നെ ചെയ്യും. ഇപ്പൊ എത്ര യൂട്യൂബ് തുടങ്ങിയിട്ട്? നിങ്ങൾ എത്ര യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര 2.5 വർഷം? അതെ, ഒരു പെട്ടെന്നുണ്ട് ലോക്ക്ഡൌണിന് ശേഷം. ഇല്ല, പെട്ടെന്നല്ല, ഘട്ടം ഘട്ടമായിട്ട് തന്നെ. സാധാരണ കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. അത് പിന്നെ ഒരു ഘട്ടം ഘട്ടമായിട്ടാണ് റീച്ച് വരിക. അല്ലാണ്ട് പെട്ടെന്ന് അങ്ങനെ കയറിയാൽ വീഡിയോ അങ്ങനെയാണ്. അങ്ങനെയല്ല, നമ്മള് പൊതുവെ ഇങ്ങനെ വ്ലോഗ് ഇങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് എന്താ പറയാ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളൊക്കെ എന്താ പറയാ ശരിയാണെങ്കിൽ പിന്നെ എന്താ പറയാ, ഇവരുടെ നാട്ടിൽ ഭയങ്കര സെലിബ്രിറ്റി ആയിട്ട് എന്താ പറയാ കുറെ ചാനലുകൾ പോലെ കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത് അല്ലേ? കാണിട്ടുണ്ട്. ടി ഫാമിലി അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന വീഡിയോസ് വരും. പിന്നെ ചായ കൊടുത്തിട്ടുണ്ട്. ചായ പറഞ്ഞിട്ടുണ്ട്. ചായ കുടിച്ച് ഞങ്ങൾ കുറെ നേരം സംസാരിച്ച്. ഞാൻ പറഞ്ഞല്ല, പുള്ളി ഇവിടെ ഇല്ലായിരുന്നു. പുള്ളി ഇല്ലാത്ത ടൈമിൽ ഞങ്ങൾ പുറത്ത് കുറെ നേരം ഇരുന്നു. ഇവര് പറഞ്ഞിട്ടോ കയറി ഇരിക്കാനൊക്കെ പറഞ്ഞു. ഞങ്ങൾ പിന്നെ ആളില്ലാത്തോണ്ട് അവിടെ നിന്ന് പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷം ഇവര് വന്നതിന് ശേഷം പുള്ളിക്കാരൻ വന്നതിന് ശേഷം ഞങ്ങൾ ഉള്ളിൽ കയറി കുറെ നേരം ഇരുന്ന് സംസാരിച്ച് ചായ കുടിച്ച് കുറെ യൂട്യൂബിന്റെ ഡൗട്ടൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ആക്കിയതിന് ശേഷമാണ് പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഫാമിലി എല്ലാം ഇവിടെ തന്നെയാണോ? ഫാമിലിയൊക്കെ കൊടുക്കില്ലേ? എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും വർക്ക് ചെറിയ ബിസിനസ് ഒക്കെ എന്തിന്റെ ടാങ്കർ ഉണ്ട്, അങ്ങനെയുള്ള
കേട്ടോ അല്ല, പിന്നെ ഇപ്പൊ യൂട്യൂബ് ഇപ്പൊ മാത്രം യൂട്യൂബും അല്ലാണ്ട് ചെറിയ ഡ്രസ്സിന്റെ പരിപാടി അങ്ങനെ ഡ്രസ് ഷോപ്പ് ലേഡീസിന്റെ അതാണ് നിങ്ങൾ ഇത് തരുന്നില്ല പ്രൊമോഷനൊക്കെ ഉണ്ടിട്ടാ അതിന്റെ ഇടയ്ക്കൂടി അത് നിങ്ങളുടെ തന്നെ സംഭവം നല്ല പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യണം. ഞാൻ കണ്ടിട്ടുണ്ട് കുറെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിജയിക്ക്. അതേപോലെ തന്നെ ഇവിടെ നല്ല മഴ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരെ പോവാന്നുള്ള പരിപാടിയിലാണ്. അപ്പൊ നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ കാണാനായിട്ട് വന്നതിൽ ഇവര് വീഡിയോയിലുള്ള അതേപോലെ തന്നെ നേരിട്ടിട്ടു ഞാൻ ഇവരെ കണ്ട് എനിക്ക് ശരിക്കും ഷോക്കായി പോയി. വീഡിയോയിലുള്ള അത് തന്നെ ആൾക്കാർ അതിന് കുറച്ചും കൂടി എന്താ പറയാ ലുക്ക് കൂടുതലാണെന്ന് തോന്നുന്നത്. സത്യം വീഡിയോയിൽ കാണുന്നതിന് അതേപോലെ ഒരു സംസാര കാര്യങ്ങളൊക്കെ ഉണ്ട് നോർമലായിട്ടുള്ള. ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് ഒരു വീഡിയോ എടുക്കാനൊക്കെ അവര് നിൽക്കുമോന്ന്. നമ്മുടെ ചെറിയ ചാനലല്ലേ അപ്പൊ നിൽക്കുമോന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പം എനിവേ എല്ലാവരും താങ്ക്സ്. ബൈ. ഓക്കെ താങ്ക് യു. അപ്പൊ ഇൻഷാണ്ടെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് എന്തായാലും കോണ്ടാക്ട് ചെയ്യും. അപ്പൊ ഓക്കെ മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ ബൈ ബൈ.